ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം, അതായത് ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ക്ലാസ്സിലെ വീഡിയോസും ഇതേപോലെയുള്ള എല്ലാതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ആക്ടിവിറ്റീസും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവില്ലെങ്കിലോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രവർത്തനം 6ആണ്. പ്രവർത്തനം 6 കടങ്കഥയാണ്. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കൂ. ഇപ്പൊ ഇവിടെ ചിത്രങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ ചിത്രങ്ങൾ എടുത്തപ്പോൾ ശരിയായ ചിത്രങ്ങളല്ല നേർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന്റെ അടുത്താണ് കടങ്കഥയുടെ ഉത്തരം എഴുതിയിട്ടുള്ളത്. അപ്പൊ നോക്കാം. ആകാശത്ത് ഒരു പാട്ട്, മണ്ണിൽ ഒരു തണുപ്പ്, ഇലകളിൽ നൃത്തം. ആ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ആകാശത്തൊരു പാട്ട്, മണ്ണിൽ ഒരു തണുപ്പ്, ഇലകളിൽ നൃത്തം. അത് മഴയാണ്. അടുത്ത പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. അത് ചീരയാണ്. അപ്പൊ നമുക്കിവിടെ ചീരയുടെ അല്ല ചിത്രം നമ്മുടെ ഇവിടെ കാണുന്നത് ചേനയാണ്. അത് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരാണ്. അടിപാറ, നടുവടി, മേലെ കുട. അതിന്റെ ഉത്തരമാണ് ചേന. ചീരയുടെ ചിത്രം നമുക്ക് ചേനയുടെ നേർക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യത്തിന്റെ അടുത്താണ് ഉത്തരം എഴുതിയിട്ടുള്ളത്. 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. അതെന്താണ്? വാഴക്കുല. ഇനി മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. എന്താണ് മഞ്ഞളിന്റെ കടങ്കഥ? മണ്ണിനടിയിൽ പൊന്നമ്മ. ഓക്കെ, അപ്പൊ ആ പ്രവർത്തനം കഴിഞ്ഞു. ഇനി പ്രവർത്തനം 7 ക്രമപ്പെടുത്താം. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഇതുപോലെ ഏതെങ്കിലും കൃഷിയുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് തരും. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതണം. ഒന്നാമതായിട്ട് ഇതിൽ വേണ്ടത് എന്താണ്? അങ്ങനെ നോക്കി വേണം എഴുതാൻ. നിലം ഒരുക്കലാണ്. നിലം ഒരുക്കൽ കന്നുകൂട്ടുന്നത് കണ്ടില്ലേ? നിലം ഒരുക്കൽ. 2 വിത്ത് വിതയ്ക്കൽ. 3 ഞാറ് നടൽ. 4 നെല്ല് കൊയ്യൽ. 5 കറ്റ മെതിക്കൽ. ഇപ്പൊ എല്ലാ ഘട്ടങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് പ്രവർത്തനം 8 പ്രാധാന്യം അറിയാം, വരച്ച് യോജിപ്പിക്കാം. നോക്കുക, താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ആഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30. അപ്പൊ ആഗസ്റ്റ് 15 എന്താണ്? സ്വാതന്ത്ര്യ ദിനം. അതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ജനുവരി 26 റിപ്പബ്ലിക് ദിനം, അതിലേക്ക് യോജിപ്പിക്കുക. ജനുവരി 30 രക്തസാക്ഷി ദിനം. അപ്പൊ ഇതുപോലെ യോജിപ്പിക്കുക. ചിത്രത്തിൽ ആരാണ്? ഇതാരാ? ജവഹർലാൽ നെഹ്റു അല്ലെ? താഴെ കൊടുത്ത ചിത്രം നോക്കൂ. ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? എഴുതുക. ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. ചാച്ചാജിക്ക് റോസാപ്പൂ നല്ല ഇഷ്ടമാണ്. നെഹ്റു ജനിച്ചത് എന്നാണ്? നവംബർ 14-നാണ്. നെഹ്റുവിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലെ? നെക്സ്റ്റ് പ്രവർത്തനം 9 പോസ്റ്റർ തയ്യാറാക്കാം. ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ. നോക്കൂ, ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പട്ടി, നായൊക്കെ, കാക്ക എല്ലാം കൊത്തി വലിച്ചു കീറുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ കൊടുക്കേണ്ടത്? മാലിന്യങ്ങൾ വലിച്ചെറിയല്ലേ, പ്രകൃതിയെ മലിനമാക്കല്ലേ എന്നാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇനി ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ജലം അമൂല്യമാണ്. ജലത്തിന്റെ വില പറയാൻ കഴിയില്ല.
അല്ലേ? അപ്പോൾ ജലം മലിനമാക്കല്ലേ എന്നുകൂടി നമ്മളിവിടെ കൊടുക്കുക. ഇനി പ്രവർത്തനം 10 തൊഴിലുകളാണ്. താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക. നോക്കാം, എന്താണിത്? വെട്ടുകത്തി, കൈക്കോട്ട് അല്ലെങ്കിൽ തൂമ്പ എന്ന് പറയും. ഇനി ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക. ആദ്യത്തെ തൊഴിൽ എന്താണ്? ഡ്രൈവർ. രണ്ടാമത്തേത് പോലീസ്. മൂന്നാമത്തേത് ഡോക്ടർ. നാലാമത്തേത് മരപ്പണിക്കാരൻ. അല്ലേ? ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് ഡേ 2 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.